ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ജാസി എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. അറിയാലോ ആരാണ് ജാസി എന്നത്? അത് മുഹമ്മദ് ജാസി. ദാ ഇവനെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വാ തുറന്ന കള്ളം മാത്രം വന്ന് പറയുന്ന ഒരാളാണ് ഇവൻ. ഇവനെ സപ്പോർട്ട് ചെയ്തും കുറേ പേരുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെ പോലെ തന്നെ ആയിരിക്കും അവറ്റതങ്ങളും, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇവൻ വാ തുറന്ന് എപ്പോഴും കള്ളത്തരങ്ങൾ പറയണത്. പക്ഷേ ഇവൻ പറഞ്ഞ ഈ ഇടയ്ക്ക് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് നമുക്കത് ഒട്ടും പരിഗണിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മളും ഇന്ന് ഈ ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നതാണല്ലോ. അപ്പം അവനൊരു നിയമം, നമുക്കൊരു നിയമം, അതങ്ങനെ ശരിയാവും? അവൻ ഈ നമ്മുടെ ID പ്രൂഫിനെ കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അവൻ അങ്ങനെ കിട്ടുമെങ്കിൽ അന്ന് പിന്നെ നമുക്കും കിട്ടണ്ടേ അല്ലേ? അവൻ പറഞ്ഞ ഒരു കാര്യം നമുക്ക് കേട്ടു നോക്കാം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഒരു പാസ്പോർട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കൊരു പുറം രാജ്യത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പാസ്പോർട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു പാസ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാ തര രേഖകളും കാണിക്കണം. അതായത് പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയി കാണിച്ച് വെരിഫിക്കേഷൻ നടത്തണം. അത് എല്ലാ രീതിയിലൊന്നും ആർക്കണം. അത് ഈവൻ ഒരു സ്പെല്ലിങ് പോലും ഇൻകറക്റ്റ് ആവാൻ പാടില്ല. അതായത് ഒരു സ്പെല്ലിങ് പോട്ടെ, ഒരു ഇനിഷ്യൽ പോലും നമ്മുടെ ഇൻകറക്റ്റ് ആവാൻ പാടില്ല. എല്ലാം, അതൊരു പാസ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മറ്റൊരു ID പ്രൂഫും വെച്ചിട്ടേ കൊടുക്കുകയുള്ളൂ. അങ്ങനെയാണ് സാധാരണ നമ്മൾ എല്ലാവർക്കും പാസ്പോർട്ട് ലഭിക്കുന്നത്. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഇവൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഇവനൊരു 30-35 വയസ്സ് വരെ ഇവൻ പുരുഷനായിട്ടാണ് ജീവിച്ചത്. അത് ഇടയ്ക്ക് ഇവൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവന് മനസ്സിലായത് ഇവൻ സ്ത്രീയാണെന്ന്. എന്നിട്ടാണ് ഇവൻ പെട്ടെന്ന് തന്നെ പോയിട്ട് സ്ത്രീ വേഷം കെട്ടി കുറേ ലേഗിസറും ചെയ്ത് താടിയും അതൊക്കെ കരിച്ചും കളഞ്ഞ് അവൻ അങ്ങ് സ്ത്രീയുടെ രൂപത്തിൽ, സ്ത്രീയുടെ വേഷധാരണത്തിൽ നടക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവൻ വന്ന് പറയുന്നത് ഞാൻ സ്ത്രീയാണെന്ന് ഉള്ള ധാരണകളാണ് ഇവൻ നമുക്കിടയിൽ, ഈ ജനങ്ങൾക്കിടയിൽ ഇവൻ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതും കൂടാതെ ഇവൻ ഒരു ഇടയ്ക്ക് വന്ന് പറഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, ഞാനിപ്പോൾ പെറും എന്നൊക്കെ വന്ന് ഇവൻ പറയുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് ഇവനെ എല്ലാവരും കൂടി കൊടുത്തതാണ്. ഇവൻ എങ്ങനെയാണ് ഇവൻ ആണായിട്ട് പിറന്ന ഇവൻ എങ്ങനെയാണ് ഗർഭിണി ആവുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരു സർജറി പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും കഴിയാതെ ഇവൻ വന്ന് പറയണത് ഗർഭിണിയാണെന്ന് പറയും. അങ്ങനെയാണ് ഇവൻ്റെ തുടക്കം. അത് കഴിഞ്ഞിട്ട് ഇവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് നടത്തിയത്. എന്നിട്ട് ഇവൻ പറഞ്ഞു ഇവൻ്റെ ഡൗൺ സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും വന്നിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കണ ഇവൻ KSRTC ബസ്സിൽ കയറണം, ഞാൻ സ്ത്രീയാണ്, എനിക്ക് KSRTC ബസ്സിൽ കയറണം എന്നൊരു ഇവൻ എന്ത് ആർഗ്യുമെന്റ്സ് ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഇവൻ വന്ന് പറഞ്ഞു ഇവൻ സ്ത്രീയാണ്. ഇവൻ സ്ത്രീ ആയിട്ടാണോ ജനിച്ചത്? എന്നിട്ട് പിന്നെ എങ്ങനെ ഇവൻ സ്ത്രീയാണെന്ന് പറയണം? അപ്പം ഞങ്ങളെപ്പോലുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും? അതിനെതിരെ പ്രതികരിക്കും. അത് ചില ലീലാമണികൾക്ക് കൂട്ടു നിൽക്കുന്ന ചില അവന്മാർക്ക് അത് പിടിക്കില്ല. അവന്മാരും അവളുമാരും പിടിക്കത്തില്ല. പക്ഷെ യഥാർത്ഥ ട്രാൻസ്ജെൻഡേഴ്സിനൊന്നും നമ്മളൊന്നും പറയുന്നില്ല. കാരണം അവർ നല്ല പക്വതയോടെ ഒരുപാട് കാര്യങ്ങൾ നല്ല പക്വതയോടെ അവർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നല്ല മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. നമുക്ക് ഒത്തിരി ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ രഞ്ജിമാർ, അതുപോലെ തന്നെ സീമാജി നായർ, പിന്നെ നമ്മുടെ നാദിറ, അങ്ങനെ ഒരുപാട് നല്ല നല്ല ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. അതായത് സ്ത്രീകൾക്കൊരു കോട്ടം തട്ടാതെ, അവരുടെ പേരിനൊരു ഇടിവും വരുത്താതെ നല്ല രീതിയിൽ ട്രാൻസ്ജെൻഡേഴ്സായിട്ട്, അതായത് ട്രാൻസ് വുമണായിട്ട് നടക്കുന്ന നല്ല ട്രാൻസ് വുമൻസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ കുറേ ഐറ്റംസ് ഉണ്ട് ഈ ട്രാൻസ് വുമൻസിനെ നാണം കെടുത്താനായിട്ട് നടക്കുന്നത്. ഇവന് ട്രാൻസ് വുമണിലും പോലും പെടുത്താൻ പറ്റത്തില്ല. കാരണം സ്വന്തം കമ്മ്യൂണിറ്റി പോലും ഇവൻ അംഗീകരിക്കുന്നില്ല. കാരണം ഇവൻ വായെടുത്ത കള്ളത്തരം മാത്രമേ പറയുള്ളൂ. അങ്ങനെ ഒരു കള്ളത്തരം നമുക്കത് കേട്ടു നോക്കാം. ജാസിന്റെ ഫുൾ നെയിം എന്തായിരുന്നു? മുഹമ്മദ് ജാസിൽ. ഇപ്പം ഐഡന്റിറ്റി കാർഡില് ഇപ്പൊ എന്റെ പേര് ജാസി ആഷി എന്നാക്കി. ജാസി ആഷി. കാസറ്റില് പേര് ഹസ്ബൻഡിന്റെ പേര്. ഇലക്ഷൻ ഐഡിയിലും പുരുഷനാണ്. അതാണ് പ്രശ്നം. വോട്ട് ചെയ്യാൻ പറ്റാൻ. ജാസിക്ക് റേഷൻ കാർഡില് പേരില്ല. അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അതിൽ പുരുഷനായിട്ടാണ് എപ്പോഴും അതിൽ മാറിയില്ല. ഇലക്ഷൻ ഐഡിയിലും പുരുഷനാണ്. അതാണ് പ്രശ്നം. വോട്ട് ചെയ്യാൻ പറ്റാൻ. അത് മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വന്നപ്പോഴും പുരുഷനാണ്, പഴയ പേരിൽ പുരുഷനാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പാസ്പോർട്ടിൽ സ്ത്രീയാണ്. ആധാർ കാർഡിലൊക്കെ എന്താണുള്ളത്? എന്റെ ആധാർ കാർഡ് ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെയാണ്. അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. റേഷൻ കാർഡില് എടുത്തിട്ടില്ല. പാസ്പോർട്ടിൽ സ്ത്രീയാണ്. പാസ്പോർട്ടിൽ സ്ത്രീയാണ്. പാസ്പോർട്ടിൽ സ്ത്രീ ആക്കി ഞാൻ. ആധാർ കാർഡിൽ ട്രാൻസ്ജെൻഡർ. ഇപ്പം പറഞ്ഞത് കേട്ടോ, ഇവന്റെ പാസ്പോർട്ടിൽ സ്ത്രീയാണ്. പിന്നെ എന്നാ പറയണത്? ആധാർ കാർഡിലൊക്കെ എന്താണുള്ളത്?
ആധാർ കാർഡിൽ ട്രാൻസ്ജെൻഡർ ആണ്. ഇനി റേഷൻ കാർഡ് അവനില്ല. വോട്ടർ ഐ ഡി കാർഡിൽ കൊടുത്തിരിക്കുന്നത് മെയിൽ എന്ന രീതിയിലാണ് വോട്ടർ ഐ ഡി കാർഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വോട്ടർ ഐ ഡി കാർഡിൽ കൊടുത്തിരിക്കുന്നത് മെയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും അവൻ പറയുന്നുണ്ട് അതുകൊണ്ട് അവന് ഇത്തവണ വോട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന്. അതായത് വോട്ടർ ഐ ഡി കാർഡിൽ മെയിൽ എന്ന് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇവനിപ്പോൾ സ്ത്രീ വേഷത്തിലാണല്ലോ നടക്കുന്നത്, അതുകൊണ്ട് അവന് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, വോട്ടർ ഐ ഡി കാർഡിൽ എന്താ കൊടുത്തിരിക്കുന്നത്? മെയിൽ. ആധാർ കാർഡിൽ ട്രാൻസ്ജെൻഡർ. മറ്റേ നമ്മുടെ റേഷൻ കാർഡ് അവനില്ല, പക്ഷേ പാസ്പോർട്ടിൽ സ്ത്രീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവൻ തിരുത്തി എന്നാണ് പറയുന്നത്. അതായത് സ്ത്രീ, നേരത്തെ മെയിലെന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും അവൻ പുറത്ത് ജീവിച്ചത്. പക്ഷെ ഇപ്പോൾ പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത് സ്ത്രീ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ പറയണത്. അതെങ്ങനെ സാധിക്കും? നിങ്ങൾ അതിനെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതെങ്ങനെ സാധിക്കും? ഈ 3 ഇവന് ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഒന്നിൽ മെയിൽ, ഒന്നിൽ ട്രാൻസ്ജെൻഡർ, ഒന്നിൽ സ്ത്രീ എന്ന് പറഞ്ഞിട്ട്. ഈ പാസ്പോർട്ടിൽ എങ്ങനെ സ്ത്രീ എന്ന് ഇവനെ കിട്ടും? നമുക്കറിയാം, പാസ്പോർട്ട് എന്ന് പറയണത് നമ്മൾ ഇൻ്റർനാഷണൽ നമുക്ക് വേണ്ട യാത്രയുടെ ഒരു സപ്പോർട്ടാണ് പാസ്പോർട്ട് എന്ന് പറയണത്. ഇതില്ലാതെ നമുക്ക് എങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു പാസ്പോർട്ടിന് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം കഠിനമായ വെരിഫിക്കേഷനാണ്, അല്ലേ? അതായത് പാസ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഐ ഡി പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അല്ലാതെ ഒരിക്കലും നമ്മളൊരു ഐ ഡി പ്രൂഫ് ഇല്ലാതെ നമുക്കൊരു പാസ്പോർട്ട് നമുക്ക് കിട്ടില്ല. അതായത് ഇപ്പം എൻ്റെ അമ്മയുടെ ഒരു കാര്യം എടുത്താൽ, എൻ്റെ അമ്മയ്ക്ക് പണ്ട് ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് പുതുക്കേണ്ടി വന്നു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പുതുക്കേണ്ടി വന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മയുടെ വോട്ടർ ഐ ഡി കാർഡിലാണെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെ പേരും കൂടി ചേർത്തിട്ടാണ് വോട്ടർ ഐ ഡി കാർഡിൽ നെയിം കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അമ്മയുടെ ആധാർ കാർഡിലാണെങ്കിൽ അമ്മയുടെ ഇൻഷ്യൽ മാത്രമേ ഉള്ളൂ, അത് ഇന്ന പേര് ഇൻഷ്യൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോഴത്തേനും അവർ സമ്മതിച്ചില്ല. അവർ പറഞ്ഞ് രണ്ടിലും ഒരേ പേര് തന്നെ വേണം. അതായത് അമ്മയുടെ അച്ഛൻ്റെ പേരല്ല, ഏതെങ്കിലും ഒരു പേര്, ഒന്നിൽ അമ്മയുടെ അച്ഛൻ്റെ പേര്, അതല്ലെങ്കിൽ അമ്മയുടെ ഇൻഷ്യൽ, ആ രീതിയിൽ തന്നെ വേണം. എന്നാലേ പ്രൂഫ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, വോട്ടർ ഐ ഡി കാർഡിൽ ഓൾറെഡി അമ്മയുടെ അച്ഛൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. സോ അമ്മ ആധാർ കാർഡിലെ പേര് തിരുത്തി, അതായത് തിരുത്താനായിട്ട് അമ്മയുടെ വോട്ടർ ഐ ഡി കാർഡ് വെച്ച് തിരുത്തി. അങ്ങനെയാണ് അമ്മ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതായത് ഒരു പ്രൂഫ് നമുക്ക് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ആധാർ കാർഡിലെ പ്രൂഫ് തിരുത്താൻ പറ്റുള്ളൂ. ഇവൻ പറയണേ ഇവൻ്റെ 2 പ്രൂഫിലും, അതായത് ഈ ആധാർ കാർഡിലെയും വോട്ടർ ഐ ഡി കാർഡിലെയും നെയിംസ് ഒന്ന് തന്നെ ആയിരിക്കണം, എന്നാലേ അവർ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആധാർ കാർഡിൽ ഇത് മാറ്റാൻ വേണ്ടി പോയി. വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടല്ലോ പ്രൂഫായിട്ട്, അത് വെച്ചിട്ടാണ് പിന്നീട് എൻ്റെ അമ്മയ്ക്ക് പാസ്പോർട്ട് കിട്ടിയത്. കാരണം ഈ 2 പേര് ഒന്നാക്കി കഴിഞ്ഞപ്പോഴത്തേനും പാസ്പോർട്ട് എന്ന് വെച്ചാൽ സെയിം നെയിമിൽ തന്നെ അമ്മയ്ക്ക് കിട്ടിയത്. അങ്ങനെയാണ്, അത്രയും ചുറ്റിപ്പിച്ചായിരുന്നു ഇവർ. ഇതുകൂടാതെ പലതരം കറക്കിക്കുത്തലുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടാണല്ലോ അത്. കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ അമ്മയുടെ പാസ്പോർട്ട് കാണാനില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പത്രപരസ്യം കൊടുക്കണമെന്ന് അങ്ങനെ ഒരുപാട് ടൈം എടുത്താണ് എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരു പാസ്പോർട്ട് കിട്ടിയത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവനാണ് ഇന്ന് ഇവിടെ വന്ന് പറയുന്നത് ഇവന് പാസ്പോർട്ടിൽ സ്ത്രീ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ആധാർ കാർഡിൽ ട്രാൻസ്ജെൻഡർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പിന്നെന്താ വേറെ ദൂരം കൊണ്ട് ഉണ്ടല്ലോ അതിനകത്ത് വോട്ടർ ഐ ഡി കാർഡിൽ മെയിൽ എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാ ജാസി നിനക്ക് അങ്ങനെ വന്നത്? നിനക്ക് മാത്രം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രത്യേക നിയമമുണ്ടോ? നിനക്കൊരാൾക്ക് മാത്രം? നീ അങ്ങനെയാണെങ്കിൽ നീ ഒരു 2 or 3 നിന്റെ സ്ത്രീ എന്ന് പറഞ്ഞല്ലോ കൊടുത്തിരിക്കുന്നു പറഞ്ഞത്, നീ അങ്ങനെയാണെങ്കിൽ ഒന്ന് പുറം രാജ്യത്ത് പോയിട്ട് നീ ഒന്ന് പോയി യാത്ര ചെയ്ത് വന്നിട്ട് ഒന്ന് കാണിച്ചു തന്നെ. എന്തിനാടാ ഇത്രയും വലിയ പച്ചക്കള്ളം വന്നിട്ട് ഈ മീഡിയാസിന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ കിടന്ന് ചിലക്കണത്? നിനക്ക് നാണമില്ലേടാ? വാ തുറക്കാൻ നേരത്തെ ഇടയ്ക്ക് നീ കുറച്ച് സത്യങ്ങളും വിളിച്ചു പറയാൻ നോക്കുക. അതേപോലെ തന്നെ ഇവൻ്റെ ഓരോ കോൺട്രവേഴ്സി ഉണ്ട്. അതായത് അന്ന് ഷിംജിതയുടെ കേസ് വന്നപ്പോഴത്തേനും ഇവൻ വന്ന് കിടന്ന് പറയുന്നുണ്ടായിരുന്നു, എനിക്കും ഇതുപോലെ ബസ്സിൽ വെച്ച് ഇങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇവൻ പറയണെന്താ ഞാൻ ബസ്സിൽ കയറാറില്ല. പക്ഷെ ഇവൻ എപ്പോഴും കയറിയപ്പോഴത്തേനും ഇവൻ ഇതുപോലെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. KSRTCയിലെ മറ്റേ ഒരു പെൺകൊച്ചിൻ്റെ ഇഷ്യൂ വന്നായിരുന്നല്ലോ, അവള് നിർത്താൻ പറഞ്ഞിട്ട് കൺട്രക്ടർ നിർത്തിയില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇഷ്യൂ ഉണ്ടായല്ലോ. അപ്പോഴും ഇവൻ പറയുന്നുണ്ട്, എനിക്ക് സ്ത്രൈനത ഉണ്ടല്ലോ, ആ ടൈമിൽ ഞാൻ ഇതുപോലെ കണ്ടക്ടറിനോട് ചോദിച്ചു എന്നെ ഒന്ന് ഇവിടെ ഇറക്കി തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേനും അയാൾ ഇറക്കി കൊടുത്തു. അല്ല, ഇവനെങ്ങനെയാണ് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, അതായത് എന്തെങ്കിലും ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേനും അവൻ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ. അതെന്താ ഇപ്പം ഇവനൊരു നിയമം നമുക്കൊരു നിയമം, അതെന്താ ഇപ്പം അങ്ങനെ? അപ്പം ഇതിനൊരു വിശദീകരണം വേണ്ടേ? ഇവൻ ഈ പറയുന്നതൊക്കെ പച്ചക്കള്ളമല്ലേ?
ഇവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ബടാ കള്ളങ്ങളൊക്കെ വന്ന് ഈ സോഷ്യൽ മീഡിയൻ്റെ മുൻപിൽ വന്നിട്ട് ഈ വിളമ്പണത്? എന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരും ഉണ്ട്. എന്തർത്ഥത്തിലാണ് നിങ്ങളൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്യണത്? ഇവനൊക്കെ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? എങ്ങനെ കള്ളം പറയാമെന്നോ? ഈ സോഷ്യൽ മീഡിയ തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണോ ഇവൻ ഇതുപോലെയുള്ള ഒരുമാതിരിയൊക്കെ വർത്തമാനങ്ങൾ പറയണത്? അതുപോലെ തന്നെ ഇവൻ്റെ മറ്റൊരു വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇവൻ ദൈവങ്ങളുടെ ഫോട്ടോയിൽ, ദൈവങ്ങളുടെ വേഷത്തിൽ കൊണ്ടിട്ട് ഇവൻ്റെ തല ഒട്ടിച്ച് വെച്ചേക്കണം. അങ്ങനെ പലവിധ കുറേ കോപ്രായങ്ങൾ ഇവൻ കാണിച്ചു കൂട്ടുന്നുണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി പറയാം അതിനെക്കുറിച്ച്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. ഞാൻ അതിന് റിപ്ലൈ എന്തായാലും ഉറപ്പായിട്ട് തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.